ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ മാവ് കൈവച്ചിട്ട് കുഴച്ചെടുക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാകിയത് ഒട്ടിപ്പിടിച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതുപോലെ കുറച്ചൊന്ന് കുഴഞ്ഞ് പാകത്തിനുള്ള മാവായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ഇതൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 30 മിനിറ്റ് കഴിഞ്ഞാൽ ഈ മാവെടുത്തിട്ട് നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത ശേഷം 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാവേ. ഓരോ തവണ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ടെടുക്കണേ, അല്ലെങ്കിൽ ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. വീണ്ടും ഈ മാവൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഒരു 20 മിനിറ്റ് നേരം കൂടെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ മാവെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓരോ തവണ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ടെടുക്കാനായിട്ട് മറന്നു പോവല്ലേ. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു 20 മിനിറ്റ് നേരം കൂടി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണേ. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു മാവെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇറ്റാലിയൻ ബ്രെഡാണ് കേട്ടോ. നമ്മുടെ മാവിൽ നിറയെ ബബിൾസൊക്കെ വരാനായിട്ടാണ് നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കണത്. വീണ്ടും ഈ മാവൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം 12 മണിക്കൂർ നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിത് രാത്രിയിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണത്. രാവിലെ ആയപ്പോഴേക്കും ഇതിൽ ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്നിട്ടില്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബ്രെഡ് ബേക്ക് ചെയ്യാനുള്ള പാത്രമാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് നമ്മുടെ ഈ മാവിട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഈ മാവ് ഈ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ കയ്യിൽ എണ്ണ തൂത്ത് കൊടുത്തിട്ട് വീണ്ടും 4 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മാവ് നമുക്ക് നന്നായിട്ട് വലിഞ്ഞിട്ട് ബബിൾസൊക്കെ ആയിട്ട് വരും. ഇതുപോലെ ഇതുപോലെ ചെയ്യണ കൊണ്ട് നമ്മുടെ ഈ ഒരു ബ്രെഡ് തയ്യാറായി വരുന്ന സമയത്ത് ചെറിയ ചെറിയ ബബിൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ബ്രെഡായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി മാവ് 1.5 മണിക്കൂർ നേരം കൂടെ ഒന്ന് മാറ്റി വയ്ക്കാവേ. നമ്മുടെ ഈ ട്രേയുടെ മുഴുവൻ ഭാഗം ആകണ വരെയാണ് കേട്ടോ ഇത് മാറ്റി വെക്കേണ്ടത്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. എല്ലായിടത്തും ചെറിയ ചെറിയ ബബിൾസായിട്ട് വരാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഫൊക്കേഷ്യ എന്നാണേ നമ്മുടെ ഈ ഒരു ഇറ്റാലിയൻ ബ്രെഡിൻ്റെ പേര്. ഇത് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാനായിട്ട് പറ്റുവേ. ഞാനിത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കണത്. സാധാരണ നമ്മൾ ബ്രെഡൊക്കെ തയ്യാറാക്കുമ്പോൾ ഒത്തിരി സമയം കുഴച്ചെടുക്കുകയൊക്കെ വേണ്ടേ. ഇതാകുമ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഇനി ഇതിലേക്കുള്ള ഒരു കുഞ്ഞ് മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് കുരുമുളക് പൊടിയും 2 നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 30 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 30 സെക്കൻഡ് നേരം തന്നെ മതിയാകുമേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഞാനിനി ഇത് ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്. ഇത് ഓവനിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്രൈയിങ് പാനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ചെയ്യണതെങ്കിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള ഒരു പഴയ ദോശത്തവയോ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെയോ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താലും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇറ്റാലിയൻ ബ്രെഡ് തന്നെ കിട്ടും. ഫ്രൈയിങ് പാനിൽ വെച്ച് എങ്ങനെ ബ്രെഡ് തയ്യാറാക്കുന്നുള്ള വീഡിയോയും നമ്മുടെ ഈ ചാനലിലുണ്ട്. ഇനി നമ്മുടെ ഈ ബ്രെഡിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാനായിട്ട്
ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ മുറിച്ചിട്ടെടുക്കാം. നമ്മുടെ സാദാ ബ്രെഡ് കഴിക്കണ ആ ഒരു രുചിയേ അല്ല, ഇത് കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അകമൊക്കെ നല്ല പഞ്ഞ് പോലെയാണ് ഇരിക്കുക. ഇത് കുറച്ചൊന്ന് സമയമെടുക്കണ പണിയാണെങ്കിൽ പോലും ഇറ്റാലിയൻ ബ്രെഡ് ഇതുവരെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്